നമ്മൾ ഇന്നൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് സ്റ്റാർട്ടിങ്ങിലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്സിന് ആക്സിലറി വെർബ്സ് എന്താണെന്ന് അറിയാം. ആക്സിലറി വെർബ്സ് ആക്സിലറി വെർബ്സ് രണ്ട് രീതിയിലുണ്ട്. ആക്സിലറി വെർബ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബ്സ് ആണ്, സഹായക ക്രിയകളാണ്. ആക്സിലറി വെർബ്സ് എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വെർബ്സ് ആണ്. ആക്സിലറി വെർബ്സ് എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വെർബ്സ് ആണ്, അതായത് സഹായക ക്രിയകളാണ്. അപ്പോൾ ഈ സഹായക ക്രിയകൾ തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പ്രൈമറി ആക്സിലറി വെർബ്സ് എന്നും ആക്സിലറീസ് എന്നും മോഡൽ ആക്സിലറീസ് എന്നും. ഇതിൽ പ്രൈമറി ആക്സിലറീസിൽ ഉൾപ്പെടുന്നതാണ് ബി ഫോംസ്. ബി ഫോംസ് എന്ന് പറഞ്ഞാൽ ബി ഫാമിലി എന്ന് വെച്ചാൽ ഈസ്, ആം, ആർ. ഇതെല്ലാം ബി ഫോംസിലാണ്, ബി ഫാമിലിയിൽ ഉൾപ്പെടുന്നവരാണ്. ഈസ്, ആം, ആർ, വാസ്, വേർ. അതുപോലെ ഡു ഫോംസ്, ഡു ഫാമിലി എന്ന് വെച്ചാൽ ഡു, ഡസ്, ഡിഡ്. ഇതെല്ലാം ഡു ഫാമിലി, ഇതെല്ലാം പ്രൈമറി ആക്സിലറി വെർബ്സ് ആണ്. അതുപോലെ ഹാവ് ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹാവ്, ഹാസ് ആൻഡ് ഹാഡ്. അപ്പം ഇത് മൂന്നുമാണ് നമ്മൾ പ്രൈമറി ആക്സിലറീസ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അത് നമുക്ക് നല്ലോണം അറിയാമെങ്കിൽ നമുക്ക് ടാഗും എളുപ്പമായിരിക്കും. ടാഗിൽ ഒരു സെൻറ്റൻസിൽ ടാഗിൽ ആക്സിലറി വെർബ്സ് വെച്ചിട്ടാണ് നമ്മൾ ടാഗ് നോട്ട് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് വൺ ഇസ് ദ മോഡൽ ആക്സിലറീസ്. മോഡൽ ആക്സിലറീസ് എന്ന് പറയുന്നത് വിൽ, വുഡ്, ഷാൽ, ഷുഡ്, can, could, may, might, must എന്നീ വരുന്ന മോഡൽ ആക്സിലറീസും കൂടെ നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നാൽ നമുക്ക് ടാഗ് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അറിയേണ്ടത്, ടാഗ്സ് പഠിക്കുന്നതിന് മുമ്പ് അറിയേണ്ട ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് ആക്സിലറി വെർബ്സിനെ കുറിച്ച്. പിന്നെ പ്രോനൗൺസിനെ കുറിച്ച്. പ്രോനൗൺസ് എന്ന് വെച്ചാൽ എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ, അതായത് നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ്, ഐ, വി ഇതൊക്കെ പ്രോനൗൺസ് ആണ്. യു, ഇതെല്ലാം എന്താണ്? പ്രോനൗൺസ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ ടാഗ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ക്വസ്റ്റ്യൻ ടാഗ്സിൻ്റെ മെയിൻ കുറച്ച് റൂൾസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ്സിൻ്റെ ടെൻസ് ഫോമാണ്. സെൻറ്റൻസിൻ്റെ ടെൻസും ടാഗിൻ്റെ ടെൻസും സെയിം തന്നെ ആയിരിക്കണം. ഇഫ് ദ സെൻറ്റൻസ് ഇസ് പോസിറ്റീവ് ദ ടാഗ് വിൽ ഓൾവേസ് ബി നെഗറ്റീവ്. അടുത്തത് കുറച്ച് വേർഡ്സ് ഉണ്ട്, നെഗറ്റീവ് വേർഡ്സ്. നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്കിത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് അറിയാൻ പറ്റൂ. കുറച്ച് നെഗറ്റീവ് വേർഡ്സ്, ഇത് എപ്പോഴും നെഗറ്റീവ് സെൻസ് ഉള്ള വേർഡ്സ് ആണ്. ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കാർസ്ലി, റെയർലി, ബാർലി, സെൽഡം, നോബഡി, നോ വൺ, നൺ, നത്തിങ്, നെവർ. അതെല്ലാം എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇതിൻ്റെ ടാഗ് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതെല്ലാം നോ എന്നുള്ള അർത്ഥം വരുന്ന വേർഡ്സ് ആണിത്.
ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കാസ്ലി. സ്കാസ്ലി മീൻസ് ഒന്നുമില്ല. റയർലി മീൻസ് വളരെ കുറവ്. barely, seldom, nobody, no one, none, nothing, never. ഇതെല്ലാം എന്താ നെഗറ്റീവ് സെൻസ് ഉള്ള വേർഡ്സ് ആണ്. പിന്നെ ഒന്നുമില്ല എന്നുള്ളതിൻ്റെ വേറൊരു, അപ്പോൾ ഈ ഫ്യൂ എന്ന വേർഡിൻ്റെ കൂടെ എ ചേർത്ത് കഴിഞ്ഞാൽ, ഫ്യൂ മീൻസ് വെരി ലിറ്റിൽ, എ ചേർത്ത് കഴിഞ്ഞാൽ വെരി ലിറ്റിൽ എന്ന് വെച്ചാൽ കുറച്ചെങ്കിലും ഉണ്ടെന്നുള്ള അർത്ഥം വരുന്നതാണ് എ ഫ്യൂ. അപ്പം ഫ്യൂ എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നാണ്. അപ്പോൾ എ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എ ഫ്യൂ മീൻസ് എനിത്തിങ്, കുറച്ചെങ്കിലും ഉണ്ട്. അപ്പം എ ഫ്യൂവും എ ലിറ്റിലും ആണെങ്കിൽ അത് പോസിറ്റീവ് സെൻസ് ആണ്. അപ്പം ഈ രണ്ട് വേർഡ്സിന് തൊട്ട് മുമ്പായിട്ട് എ ചേർത്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സെൻസ് ആണ്. അപ്പോൾ പോസിറ്റീവ് സെൻസ് ഉള്ള വേർഡ് ആകുമ്പോൾ അതിൻ്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പം എന്താ, എ ഫ്യൂ വർക്കേഴ്സ്, എ ഫ്യൂ, ഫ്യൂ വർക്കേഴ്സ് മാത്രമാണെങ്കിൽ അത് എപ്പോഴും നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എ ഫ്യൂ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. എ ഫ്യൂ വർക്കേഴ്സ് ആർ പ്രസൻറ്റ്, സോ ദ ടാഗ് ഇസ് ഓൾവേസ് നെഗറ്റീവ് ആണ്. ആറൻറ്റ് ദേ. വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോമാണ്. പ്ലൂറൽ ഫോംസ് ആയതുകൊണ്ടാണ് നമ്മൾ മോഡൽ ആക്സിലറീസ് ഇവിടെ യൂസ് ചെയ്തത്, ദേ യൂസ് ചെയ്തത്. പിന്നെ വേറൊരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഐ ആം ദ ഫാസ്റ്റസ്റ്റ്, ഐ ആം ദ ഫാസ്റ്റസ്റ്റ്, ഐ ആം എന്നൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ടാഗിൽ ഒരിക്കലും ആമിൻഡ് ഐ എന്നൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ നമ്മൾ അതിന് പകരം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ ആക്സിലറി, പ്രൈമറി മോഡൽ ആക്സിലറി ആണ് ആറാണ് ഉപയോഗിക്കുന്നത്. നമ്മളെപ്പോഴും ഐ ആം എന്ന് പറയുന്ന പോസിറ്റീവ് സെൻറ്റൻസിൽ എപ്പോഴും ആർ ആൻഡ് ഐ മാത്രമേ ഉപയോഗിക്കാവൂ. പക്ഷെ നമ്മളതൊരു നെഗറ്റീവ് സെൻറ്റൻസിലാണ്, ഐ ആം നോട്ട് ദ ഫാസ്റ്റസ്റ്റ് എന്നാണെങ്കിൽ ആം ഐ എന്ന ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. ഐ ആം നോട്ട് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അപ്പോൾ നമുക്ക് അവിടെ എപ്പോഴും എന്ത് ചെയ്യാം, പോസിറ്റീവ് ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരു പോസിറ്റീവ് ടാഗിനകത്ത് നമുക്ക് ഈ നെഗറ്റീവ് ആമിൻഡായി ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ ഐ ആം വരുമ്പോൾ നമുക്ക് ഒന്ന് മാത്രം ഓർത്താൽ മതി, ആറിൻഡ് ഐ ആണ് അവിടുത്തെ ടാഗ്. നെക്സ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും നമുക്കൊരു സെൻറ്റൻസ് കിട്ടുവാണെങ്കിൽ അവിടെ നമുക്കിപ്പം ഷീ ലൈക്സ് ടു ഈറ്റ് ദോശ, ഷീ ലൈക്സ് ടു ഈറ്റ് ദോശ. അപ്പോൾ അതായത് ലൈക്സ് എന്ന് പറയുന്ന അവിടുത്തെ ആക്സിലറി വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ലൈക്സ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് ലൈക്ക് ആണ് ലൈക്സ്. അപ്പോൾ ഡസ് എന്നുള്ളതിന് എന്ത് ചെയ്യാം, ഡസൻ ഷീ എന്ന് ഇട്ടാൽ മതി, ലൈക്കിൻ ഷീ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ ലൈക്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡസ് പ്ലസ് ലൈക്ക് എന്നാക്കി. അപ്പോൾ അതിൻ്റെ ടാഗ് എന്ന് പറയുന്നത് ഡസൻ ഷീ എന്നാണ്. ഇപ്പം ഷീ ഗോസ് ടു ദ മാർക്കറ്റ്, ഡസൻ ഷീ എന്ന് ചോദിക്കാം, അവൾ പോകുന്നില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ എന്താ, അവിടെയും ഡസ് പ്ലസ് ഗോ, അതിൻ്റെ ആക്സിലറി വെർബിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും വരുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആക്സിലറി വെർബ്സിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലെ സെൻറ്റൻസ് ആണെങ്കിൽ ഹീ റാൻ ഫാസ്റ്റ്. അപ്പോൾ ഹീ റാൻ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഹീ റാൻ ഫാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഇത് റാൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഫാസ്റ്റ് വേർഡാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം അതിൻ്റെ ടാഗ് എങ്ങനെ എഴുതാം, അപ്പോൾ റാനിന് പകരം ഡിഡിൻറ്റ് ഹീ, ഡിഡ് പ്ലസ് റൺ ആണ് റാൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഡിഡ് പ്ലസ് റൺ, അതാണ് എന്താ റാൻ എന്ന് പറയുന്നത്. അപ്പം സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും വരുന്ന വേർഡ്സ്, അതിൽ ആക്സിലറി വേർബ്സ് സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും ആണെങ്കിൽ എസ് ഓർ ഇ എസ്, സിമ്പിൾ പ്രസൻറ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ഓർ ഇ എസ്, ആക്സിലറി വെർബ് എസ് ഓർ ഇ എസ് ആണെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റ് ആണ്. അപ്പം അതാണെങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി, സ്പ്ലിറ്റ് ചെയ്താൽ മാത്രം മതി. അടുത്ത സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എന്താ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് പ്ലസ് ദ ആക്സിലറി വെർബ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദിസ്, ദാറ്റ്, ദേ, ലിറ്റിൽ, എ ലിറ്റിൽ, ഇൻഫാൻറ്റ്, ചൈൽഡ്, സംതിങ്, എവറിത്തിങ്, എനിത്തിങ്, നത്തിങ്.
ഇതിൻ്റെ എല്ലാം ടാഗ്, അതായത് ഇങ്ങനൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് റാങ്ക് ഫയൽ ഐ ഹാവ് എവർ യൂസ്ഡ്, അപ്പം ദിസ് ഇസ് എ ബെസ്റ്റ് റാങ്ക് ഫയൽ ഓർ ദിസ് ഇസ് എ ബെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദിസ് വന്നതുകൊണ്ട് പിന്നെ ദിസ് ഈസ് ദ ബെസ്റ്റ് ബുക്ക്, അവിടെ ദിസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അടുത്ത് ദിസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യാം, അവിടുത്തെ ടാഗിന് പകരം ഇറ്റ് യൂസ് ചെയ്താൽ മതി. ഇറ്റിൻ്റെ അപ്പം ഇവിടെ എന്താ ഈസിൻറ്റ് ദിസ് എന്ന് പറയാൻ പറ്റില്ല, ഈസിൻറ്റ് ഇറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ വേർഡ്സിൻ്റെ ഒക്കെ അടുത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടാഗിനോട് ചേർത്ത് ഇറ്റ് യൂസ് ചെയ്യുന്നത്. ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ഇൻഫാൻറ്റ്, ചൈൽഡ്, സംതിങ്, എവ്രിതിങ്, എനിത്തിങ്, നത്തിങ് എന്നീ വേർഡ്സിൻ്റെ കൂടാണ് നമ്മൾ എന്താ ഇറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊന്നാണെങ്കിൽ വേറെ ചില സെൻറ്റൻസിനകത്ത് വൺ എന്ന വേർഡ് വെച്ചിട്ട് ഒരു സെൻറ്റൻസിൽ ഉണ്ടാക്കാം. വൺ ഷുഡ് ഒബേ ദ റൂൾസ് ഓഫ് ദ സ്കൂൾ, അല്ലെങ്കിൽ വൺ ഷുഡ് ഒബേ ദ റൂൾസ് ഓഫ് ദ കോളേജ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം ഷുഡിൻറ്റ് വൺ, അവിടെ വൺ തന്നെയാണ് നമ്മൾ അവിടുത്തെ ആക്സിലറി വേർബ്, നെഗറ്റീവ് ആക്സിലറി വേർബിൻ്റെ കൂടെ വൺ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യും. അതിനാണ് വൺ എന്ന് പറയുന്ന സെൻറ്റൻസിന് അവിടെ പിന്നെ നമ്മൾ പ്രൊണൗൺസ് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വൺ ആ സെൻറ്റൻസിന് സ്റ്റാർട്ടിങ് വൺ എന്നാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ കൂടെ വൺ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇഫ് എ സെൻറ്റൻസ് ഈസ് സിമ്പിൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, എയ്തർ പോസിറ്റീവ് ടാഗ് ഓർ നെഗറ്റീവ് ടാഗ്, ദ ടാഗ് വിൽ ഓൾവേസ് എന്ത് പോസിറ്റീവ്, ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിൽ എന്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വിൽ യു ആണ് നമ്മൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ടാഗായിട്ട് യൂസ് ചെയ്യുന്നത്.